നമസ്കാരം, ഞാൻ സിജു രാജൻ. സ്റ്റാർബക്സ് എല്ലാവർക്കും അറിയാലോ. ഈ സ്റ്റാർബക്സ് പണ്ട് അവർ ഫ്രീ ആയിട്ടല്ല വൈഫൈ കൊടുത്തിരുന്നത്, അവർ ചാർജ് ഈടാക്കിയിരുന്നു. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്തു? അവർ ഫ്രീ ആയിട്ട് വൈഫൈ അങ്ങ് ഓഫർ ചെയ്യാനായിട്ട് തുടങ്ങി. കാരണം സ്റ്റാർബക്സിൽ നിന്നുള്ള കസ്റ്റമേഴ്സിനെ അവരെ അട്രാക്ട് ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ സ്റ്റാർബക്സ് എടുത്തൊരു സ്ട്രാറ്റജി ഉണ്ട്. അവർ ഫാസ്റ്റസ്റ്റ് ഫ്രീ വൈഫൈ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഫ്രീ വൈഫൈ മാത്രമല്ല, അവിടെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെക്കാളും വേഗത്തിലുള്ള വൈഫൈ അവർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ സ്റ്റാർബക്സ് ആദ്യം പെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൈസ വാങ്ങിക്കൊണ്ടായിരുന്നു വൈഫൈ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ കോമ്പറ്റീറ്റർ എന്ത് ചെയ്തു? ഫ്രീ ആയിട്ടുള്ള വൈഫൈ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ സ്റ്റാർബക്സ് എന്ത് ചെയ്തു? ഫ്രീ ആയിട്ടുള്ളത് മാത്രമായിട്ടല്ല, അവർ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വൈഫൈ കൂടി പ്രൊവൈഡ് ചെയ്തു. ഈ ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തെ പറയുന്ന പേര്, അല്ലെങ്കിൽ ഒരു അഡ്വർടൈസിങ് തന്ത്രത്തെ പറയുന്ന പേരാണ്. ഇതൊരു അഡ്വർടൈസ്മെൻ്റ് ആണല്ലോ. കാരണം ഫാസ്റ്റസ്റ്റ് ഫ്രീ വൈഫൈ എന്ന് പറഞ്ഞ് അവർ ആ രീതിയിൽ ലേബൽ ചെയ്തിട്ട് അവർ മാർക്കറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തെ പറയുന്ന പേരാണ് ഡിഫെൻസീവ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിഫെൻസീവ് അഡ്വർടൈസ്മെൻറ്റ്. ഡിഫെൻസീവ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയാണ്. അതായത് നമ്മുടെ പ്രോഡക്റ്റിനെ കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും. നമ്മുടെ പഴയ പ്രോഡക്റ്റിനെ കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് നമ്മൾ തന്നെ ലോഞ്ച് ചെയ്യുന്നു. എന്തിന് ലോഞ്ച് ചെയ്യുന്നു? നമ്മളിവിടെ ഒരു ഡിഫെൻസീവ് മെക്കാനിസമാണ് എടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു കോമ്പറ്റീറ്റർക്ക് എൻ്റർ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യണം അവരെ. അവരുമായിട്ട് നേരിട്ട് ഫൈറ്റ് ചെയ്തിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, പകരം കസ്റ്റമേഴ്സിനെ നമ്മൾ നിലനിർത്തുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കി, കോമ്പറ്റീറ്റർ മറ്റൊരു പ്രോഡക്റ്റ് ഇറക്കിയെന്ന് വെച്ചാൽ നമ്മൾ കാരണം അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഇറക്കിയെന്ന് വിചാരിക്കുക. ഡെഫിനറ്റ്ലി നമ്മളൊരു പകുതി കസ്റ്റമേഴ്സ് ആ കോമ്പറ്റീറ്ററിൻ്റെ പ്രോഡക്റ്റിലേക്ക് മൂവ് ചെയ്യും. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? കോമ്പറ്റീറ്റർ ആ ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനേക്കാളും മികച്ചൊരു പ്രോഡക്റ്റ് ഇറക്കുകയാണ്. നമ്മുടെ പഴയ പ്രോഡക്റ്റിനെ അങ്ങ് പതിയെ ഡൈല്യൂട്ട് ചെയ്ത് വിടുകയാണ്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിന് എത്ര വിചാരിച്ചു കഴിഞ്ഞാലും നമ്മുടെ പ്രോഡക്റ്റിലേക്ക് എത്താൻ കഴിയുന്നില്ല. കാരണം നമ്മൾ ഓരോ സമയം കഴിയുന്തോറും നമ്മൾ ഇത്തരത്തിലുള്ള ഇന്നോവേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ പ്രോഡക്റ്റ് അങ്ങ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഡിഫെൻസീവ് മെക്കാനിസം നമ്മൾ കൈക്കൊള്ളുകയാണ്. ഇതിനാണ് ഡിഫെൻസീവ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിഫെൻസീവ് അഡ്വർടൈസ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പൊതുവേ വലിയ വലിയ കമ്പനീസാണ് ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് എടുക്കുന്നത്. ആപ്പിളും മൈക്രോസോഫ്റ്റും ആമസോൺ പോലുള്ള വലിയ കമ്പനീസാണ്. അവർ മാർക്കറ്റ് ലീഡേഴ്സ് ആയിരിക്കും. മാർക്കറ്റ് ലീഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാവരും ഇവരെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. സോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവരായിരിക്കും ചെയ്യുന്നത്. ഈ സാധനങ്ങളെല്ലാം കോപ്പി ചെയ്യുന്നത് മറ്റുള്ള ചെറിയ കമ്പനീസ് ആയിരിക്കും. അപ്പോൾ ഒരിക്കലും ഈ കമ്പനീസ് ഇവരെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ട് സാധനങ്ങൾ ഇറക്കത്തില്ല. കാര്യം ഇവർ ഓൾറെഡി ഇറക്കും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസർച്ച് വിങ് അവർക്ക് ഉണ്ടാവും. ഇതാണ് ഈ ഡിഫെൻസീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഏതെല്ലാം രീതിയിൽ നമുക്ക് ഈ ഡിഫെൻസീവ് മാർക്കറ്റിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം? ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ആപ്പിൾ ഇതിന് ഒരു വലിയൊരു ഉദാഹരണമാണ്. അവരൊരു മാർക്കറ്റ് ലീഡറാണ് ഈ ഒരു മേഖലയിൽ. അപ്പോൾ അവർ ചെയ്തിട്ടുള്ളൊരു സ്ട്രാറ്റജി, എയർപോർട്ട്സ് അവർ ഇറക്കിയിരുന്നു. ഈ എയർപോർട്ട്സിനെക്കാളും ബേസിക് വേർഷൻ, ആ ഒരു എയർപോർട്ട്സിനെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർപോർട്ട്സ് പ്രോ അവർ ലോഞ്ച് ചെയ്തു. അങ്ങനെ എയർപോർട്ട്സ് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഇന്ന് M2ൻ്റെ പ്രൊസസ്സർ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ലാപ്ടോപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എയർപോർട്ട്സിൻ്റെ ബേസിക് വേർഷൻ ഫ്രീ ആയിട്ട് കിട്ടും. സ്റ്റുഡൻറ്റ് ഓഫർ മാത്രമാണത്. അത്തരത്തിൽ അവർ കൊടുക്കാനായിട്ട് തുടങ്ങി. ഇതേപോലെ തന്നെയാണ് M1 പ്രൊസസ്സർ. അവർ ആദ്യം ഇൻ്റൽ പ്രൊസസ്സറായിരുന്നു. അതിനുശേഷം അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള M1 പ്രൊസസ്സർ, അവരുടെ സ്വന്തമായിട്ടുള്ള M1 പ്രൊസസ്സർ പ്രൊസസ്സറിലുള്ള ലാപ്ടോപ്സ് അവർ ലോഞ്ച് ചെയ്തു. ദെൻ M2 പ്രൊസസ്സറിലേക്ക് അവരിപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ M1ഉം ഇൻ്റലും അങ്ങനെ പതിയെ ഡൈല്യൂട്ട് ആവുന്നു. സോ അത്തരത്തിൽ കോമ്പറ്റീറ്റേഴ്സിന് എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ഇന്നോവേഷൻസ് അവർ നിരന്തരമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അവരുടെ പ്രോഡക്റ്റിനെ തന്നെ അവർ ചാലഞ്ച് ചെയ്യുന്നു. മീ ബാൻഡ് മറ്റൊരു ഉദാഹരണമാണ്. കാരണം ഓരോ വർഷം കഴിയുന്നതോറും പുതിയ പുതിയ വേർഷൻസ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്, ഇറക്കുന്നുണ്ട്. സോ അത് ഇതിന് പറ്റുന്ന മറ്റൊരു ഉദാഹരണമാണ്. ഇനി എങ്ങനെയാണ് ഈ ഡിഫെൻസീവ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് നോക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ലീഡറായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഡിഫെൻസീവ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടതുണ്ട്. മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിന് കടന്നു വരാനും കഴിയാത്ത രീതിയിൽ നമ്മൾ അവിടെ ഡിഫെൻഡ് ചെയ്യേണ്ടതുണ്ട്. അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നോക്കാം. അതിലൊന്നാണ് അറ്റാക്ക് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ ആക്രമിക്കുക എന്നുള്ളത്. നിങ്ങളുടെ പ്രോഡക്റ്റിനെ ആക്രമിക്കേണ്ടത് പുറത്തുള്ള കമ്പനി ആവരുത്. നിങ്ങളുടെ പ്രോഡക്റ്റിനെ ആക്രമിക്കേണ്ടത് നിങ്ങൾക്ക് അകത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റൊരു പ്രോഡക്റ്റ് ആയിരിക്കണം. നിങ്ങളുടെ തന്നെ മറ്റൊരു പ്രോഡക്റ്റ് ആയിരിക്കണം നിങ്ങളുടെ വേറെ പ്രോഡക്റ്റിനെ അറ്റാക്ക് ചെയ്യേണ്ടത്. സോ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റ് ഇറക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു അറ്റാക്കിംഗ് സ്ട്രാറ്റജി കൂടി നിങ്ങൾക്ക് ഇറക്കാവുന്നതാണ്. 2, അവേക്ക് സ്ലീപ്പ് മാർക്കറ്റ്. ഉറങ്ങിക്കിടക്കുന്ന മാർക്കറ്റിനെ നിങ്ങൾ ഉണർത്തുന്ന രീതിയിലുള്ള പല അനൗൺസ്മെൻറ്റ് നിങ്ങൾ ഇറക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് വളരെ സൈലൻ്റ് ആയിട്ട് പോകുന്നൊരു മാർക്കറ്റാണ്. സോ സൈലൻ്റ് ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് അങ്ങനെ വലിയ രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല. കസ്റ്റമർ നമ്മുടെ പ്രോഡക്റ്റ് എടുക്കുന്നുണ്ട്, പക്ഷേ സ്റ്റിൽ മറ്റൊരു കോമ്പറ്റീറ്റർ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കസ്റ്റമർ നമ്മളെ വിട്ട് പോകും. അങ്ങനെ ഒരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ഒരു അനൗൺസ്മെൻറ്റ്,
എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ലോഞ്ചോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പതിയെ ആ മാർക്കറ്റിനെ ഒന്ന് ഉണർത്താം, നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഒന്ന് ഉണർത്താം, കസ്റ്റമേഴ്സുമായിട്ട് ഒരു കണക്ഷൻ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ടും കഴിയും. മൂന്നാമത്തേതാണ് ഇംപ്രൂവ് യുവർ പ്രോഡക്റ്റ്. നിങ്ങളുടെ പ്രോഡക്റ്റിനെ ഇംപ്രൂവ് ചെയ്യുക, നിരന്തരമായിട്ട് ഇംപ്രൂവ് ചെയ്യുക. അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഫിക്സ് ചെയ്ത് അടുത്ത വേർഷൻ നിങ്ങൾ ഇറക്കുക. എപ്പോഴും ഒരേ പ്രോഡക്റ്റ് ഇറക്കാതെ ഇംപ്രൂവ്ഡ് വേർഷൻസ് നിങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഡെഫിനറ്റ്ലി നമ്മളെ ട്രസ്റ്റ് ചെയ്യും, നമ്മുടെ കൂടെ നിൽക്കും. കാരണം ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആവത്തില്ല, പുതിയ പുതിയ പ്രോഡക്ട്സ് ഇവർ ഇറക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ കസ്റ്റമേഴ്സിന് വരും. അവിടെ കോമ്പറ്റീറ്റേഴ്സിന് ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയാത്ത രീതിയിൽ നമുക്കതിനെ എന്ത് ചെയ്യാൻ കഴിയും, ഡിഫെൻഡ് ചെയ്യാനായിട്ട് കഴിയും. നാലാമത്തേത് പ്രൈസിങ് അഡ്ജസ്റ്റ് ചെയ്യുക. പ്രൈസിങ് കൂട്ടുന്നു, പ്രൈസിങ് കുറയ്ക്കുന്നു, രണ്ടും ഒരു സ്ട്രാറ്റജിയാണ്. പ്രൈസിങ് കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഡിഫെൻസീവ് മെക്കാനിസം നിങ്ങൾക്ക് എടുക്കാം, പ്രൈസ് കൂട്ടിക്കൊണ്ട് നിങ്ങൾക്ക് ഡിഫെൻസീവ് മെക്കാനിസം എടുക്കാം. കാരണം മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സ് ഒരുപക്ഷെ പ്രൈസ് ടെക്നോളജി വലിയ രീതിയിൽ അഡ്വാൻസ്ഡ് ആയി, അപ്പോൾ പഴയ ടെക്നോളജിയിലെ പ്രൊഡക്ട്സിന് ഡെഫിനറ്റ്ലി നമുക്ക് പ്രൈസ് കുറച്ചേ പറ്റൂ. നമ്മൾ പ്രൈസ് കുറയ്ക്കുന്നു, അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിന് ഒരിക്കലും ഈ പ്രൈസിൽ കുറഞ്ഞ പ്രൈസിൽ പ്രൊഡക്റ്റ് കൊടുക്കാൻ കഴിയത്തില്ല. എന്ത് ചെയ്യാം, അവിടെ ഡിഫെൻസീവ് മെക്കാനിസം നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ പ്രൈസ് കൂട്ടുന്ന സ്ട്രാറ്റജി. ഇപ്പം പലപ്പോഴും പല ആൾക്കാർക്കും ഒരു ധാരണ കൂടിയ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കും, ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു തോന്നൽ പൊതുവെ ആൾക്കാർക്കിടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതേ പ്രൈസിൽ കോമ്പറ്റീറ്റർ വിറ്റ് കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങിയെന്ന് വരത്തില്ല, കാരണം നമുക്കൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. ഇത്തരത്തിൽ പ്രൈസ് കൂട്ടിയും കുറച്ചും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, ഈ ഒരു ഡിഫെൻസീവ് മെക്കാനിസം, ഡിഫെൻസീവ് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ എന്താണ് ഈ ഡിഫെൻസീവ് മാർക്കറ്റിംഗ് എന്ന് മനസ്സിലായല്ലോ. ഇത് വലിയ കമ്പനീസ് മാത്രമല്ല കേട്ടോ, ചെറിയ കമ്പനീസും ഡെഫിനറ്റ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി തന്നെയാണ്. കാരണം നിരന്തരമായിട്ട് അപ്ഡേറ്റ്സ് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടാവും. കാരണം നിരന്തരമായിട്ടും അപ്ഡേറ്റ്സ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടാവും. നിരന്തരമായിട്ടും നമ്മൾ മാർക്കറ്റിനെ ഒന്ന് ഉണർത്തിയില്ല എന്നുണ്ടെങ്കിൽ, ഉറങ്ങിക്കിടക്കുന്ന മാർക്കറ്റിനെ ഒന്ന് ഉണർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാർ മറ്റുള്ള പ്രോഡക്ട്സിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയൊരു കുലുക്കം നമ്മൾ ഇടയ്ക്ക് മാർക്കറ്റിൽ കൊടുക്കേണ്ടത് അനിവാര്യമാണ്, ചെറിയൊരു അപ്ഡേഷൻസ് നമ്മൾ കൊടുക്കേണ്ടത് അനിവാര്യമാണ്. സോ മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.